വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് ഗീതു ശശികല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ കാനഡയിലാണുള്ളത്. ഞാൻ ഇവിടെ PhD ചെയ്യാണ് കെമിസ്ട്രിയിൽ. സോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർക്ക് അറിയില്ല, ലൈക്ക് PhD ഉണ്ടെന്ന് അറിയാം, പക്ഷേ PhD എങ്ങനെ ഒരു സ്കോളർഷിപ്പോട് കൂടി നമുക്ക് കിട്ടും എന്നറിയില്ല. PhD മാത്രമല്ല, യു ക്യാൻ ഓൾസോ ഗെറ്റ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം കാനഡ ആഫ്റ്റർ ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് സ്കോളർഷിപ്സ്. സോ ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നാണ്. ഹൗ വാസ് മൈ ജേർണി ടുവേർഡ്സ് കാനഡ. ഞാനിവിടെ കാനഡയിൽ ഒൻറ്റാറിയോ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെ ഞാൻ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്യുന്നത്. സോ എൻ്റെ പ്രോസസ്സ്, അതായത് കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അത്ര ടഫൊന്നും അല്ല, ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സ് ആയിരുന്നു PhD കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഫൈൻഡ് വിച്ച് യൂണിവേഴ്സിറ്റി യു ഹാവ് ടു ഗോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. ഞാൻ അങ്ങനെ ഗൂഗിൾ ചെയ്തു, കുറേ യൂണിവേഴ്സിറ്റീസ് ഗൂഗിൾ ചെയ്തു. അപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു നോർമൽ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഡയറക്റ്റായിട്ട് ആ കോഴ്സിന് അപ്ലൈ ചെയ്യും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ഹാവ് ടു ഗെറ്റ് കൺസേൺ ഫ്രം ദ പ്രൊഫസർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, ഞാൻ കെമിസ്ട്രിയാണ്, കെമിസ്ട്രിയിൽ തന്നെ എനിക്കിഷ്ടമുള്ള ഫീൽഡ് ഞാൻ ചൂസ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിനെ മെയിൽ അയക്കുകയാണ് ഞാൻ ചെയ്തത്. സോ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെൻഷൻ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ, ലൈക്ക് വെൻ യു കംപ്ലീറ്റഡ് യുവർ മാസ്റ്റേഴ്സ്, PhDക്കാണ് അപ്ലൈ ചെയ്യാൻ പോകണമെങ്കിൽ വെൻ യു കംപ്ലീറ്റഡ് യുവർ മാസ്റ്റേഴ്സ് ആ ഒരു ഇയർ പറയുക. ആൻഡ് വാട്ട് വാസ് യുവർ സ്കോർ, ലൈക്ക് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ CGPA ആയിരുന്നു. സോ CGPA ഞാൻ മെൻഷൻ ചെയ്തു. ആൻഡ് ഓൾസോ അബൌട്ട് യുവർ IELTS സ്കോർ. പിന്നെ IELTS സ്കോർ നമ്മൾ നോർമൽ കോഴ്സസിന് ഐ ബിലീവ് അറൌണ്ട് 6 or 6.5 ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ബട്ട് ഫോർ PhD, എസ്പെഷ്യലി ഇൻ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, you have to get around like IELTS score of 7 overall, as well as in each section like reading, listening, speaking and writing, you have to get 7 for each. അങ്ങനെ കുറേ ആൾക്കാർക്ക്, കുറേ പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചതിന് ശേഷമാണ് എനിക്ക് കുറച്ച് പേരൊക്കെ റിപ്ലൈ തന്നു. ദേ ഹാവ് സം വേക്കൻസീസ് ഇൻ ദിയർ ലാബ്സ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ഒക്കെ വന്നു. പല കൺട്രീസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ട് ഓൺലി ഫോർ കാനഡ, കുറേ കൺട്രീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് റിപ്ലൈ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് ഇങ്ങോട്ട് ചോദിച്ച കാര്യമാണ്, ഡു യു ഹാവ് പേപ്പർ പബ്ലിക്കേഷൻ. സോ ഐ ബിലീവ് ഫോറിൻ കൺട്രീസിൽ PhD അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ് ഒരു പേപ്പർ പബ്ലിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത്. സോ ഐ ഹാഡ് 2 പേപ്പർ പബ്ലിക്കേഷൻസ്. അതുകൊണ്ട് ഞാൻ ശരിക്കും മെയിൽ ചെയ്തപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ CV അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിലിൻ്റെ കൂടെ. മേ ബി സം ഓഫ് ദം ഹാവ് ഇൻ ചെക്ക് ദാറ്റ് CV, ഐ ഡോണ്ട് നോ. സോ അവരെപ്പോഴും പേപ്പർ പബ്ലിക്കേഷൻസിനെ പറ്റി കുറേ പേര് എന്നോട് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു PhD അഡ്മിഷൻ കിട്ടും എന്നാണ്, ലൈക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈക്ക് പ്രോസസ്സിങ് തുടങ്ങണമല്ലോ. സോ എനിക്ക് അങ്ങനെ എന്താണ് വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ പ്രൊഫസർ തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ലൈക്ക് ഞാൻ വിചാരിച്ചു എല്ലാവരും ഓരോ ഏജൻസീസിനെ കൊണ്ടാണല്ലോ ചെയ്യിപ്പിക്കുന്നത്. സോ ഐ ഷുഡ് ഓൾസോ അപ്രോച്ച് സം ഏജൻസീസ്, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഫോർ ദാറ്റ്. സോ പക്ഷെ PhD അഡ്മിഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ കുറേ പേര് അത് റെഫ്യൂസ് ചെയ്യാണ് ചെയ്തത്, അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ലൈക്ക് ഏജൻസീസ് വഴി അല്ല ഞാൻ ശരിക്കും ആപ്ലിക്കേഷൻ ചെയ്തത്. സോ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. അവരൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തു. ആ ലിങ്കിൽ കയറിയിട്ട് അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ, സോ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റീസ്, ഇറ്റ് വേരി. സോ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ സ്പെസിഫിക്കലി ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെയെന്നുള്ളത്. സോ അവർ തന്ന ലിങ്കിൽ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ആൻഡ് ദ വെയിറ്റിംഗ് പീരീഡ് വാസ് സോ ലോങ്. ഞാൻ ഏകദേശം ഒരു 2020 സെപ്റ്റംബർ ടൈമിലാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് റിസൾട്ട് വന്നത് 2021 മാർച്ചിലാണ്. സോ അത്രയൊരു ലെങ്തി ടൈമായിരുന്നു. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. എനിക്ക് തോന്നുന്നു ലൈക്ക് ഫോർ നോർമൽ കോഴ്സസ് വി ഗെറ്റ് ഓഫർ ലെറ്റേഴ്സ് വെരി സൂൺ. ആൻഡ് ഇതിന് ഇന്റർവ്യൂസ് ഒന്നുമില്ല. കുറേ പേര് PhD അഡ്മിഷന് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പോകുമ്പോഴേക്ക് വെറീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇന്റർവ്യൂ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അവർ അനലൈസ് ചെയ്യും. ഒരു ഫൈനൽ റൗണ്ട് ജസ്റ്റ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു വിത്ത് ദ പ്രൊഫസർ. നമുക്ക് ആ ലാബിലെ വർക്ക്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. സോ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു PhD എബ്രോഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വെരി ഗുഡ് എമൗണ്ട് ഓഫ് സ്റ്റൈപ്പൻഡ് എന്നുള്ളതാണ്. സോ എനിക്ക് നല്ലൊരു ലൈക്ക് ഒരു റീസണബിൾ എമൗണ്ട് തന്നെ നല്ല സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നുണ്ട്.
സോ അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. ലൈക്ക് PhD ആപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനും ഒരേ ഫീ ആണ്. സോ നമുക്കറിയാം, അതായത് ഭയങ്കര ഡിഫറൻസ് ആണ് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് സ്റ്റുഡൻസിന്റെ ഫീ സ്ട്രക്ചേഴ്സ് ഭയങ്കര ഡിഫറൻസ് ആണ് വരാറുള്ളത് സാധാരണ. പക്ഷേ ഇഫ് യു ആർ അപ്ലൈങ് ഫോർ PhD രണ്ടുപേർക്കും ഒരേ ഫീ സ്ട്രക്ചർ ആണ്. അപ്പോൾ തന്നെ നമുക്ക് കുറേ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫീ ഓഫ് കോഴ്സ് ഈ ഒരു ഫെലോഷിപ്പ് എമൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് എമൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് അടഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ വർക്കൊക്കെ എൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ യൂണിവേഴ്സിറ്റിയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ വാല്യുബിൾ കമൻറ്റ്സ് ടു. ബൈ.